ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നീളമുള്ളതും ഇടതൂർന്നതുമായ മുടി എല്ലാവരുടെയും ആഗ്രഹമാണ്. സ്വാഭാവികമായി ഇങ്ങനെ മുടിയുള്ളവർ ഉണ്ടാകും. എന്നാൽ അങ്ങനെ അല്ലാത്തവർക്കും മുടിയുടെ നീളവും ഉള്ളും വർദ്ധിപ്പിക്കാൻ ചില പൊടിക്കൈകൾ പ്രയോഗിക്കാം. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി പറയുന്ന 10 കാര്യങ്ങൾ ചിട്ടയോടെ 30 ദിവസം ചെയ്താൽ മുടിയുടെ നീളവും ഉള്ളും സ്വാഭാവികമായി വർദ്ധിക്കുന്നത് കാണാം. മുടി നീട്ടൽ പ്രക്രിയയുടെ പ്രധാന പങ്കാളി കത്രികയാണ്. മുടി വെട്ടാതിരുന്നാലും മുടി വളരും. പക്ഷേ കൃത്യമായ ഇടവേളകളിൽ അഗ്രം മുറിച്ചു വിട്ടാൽ മുടി കൂടുതൽ വേഗത്തിൽ ഇടതൂർന്ന് വളരും. മാത്രമല്ല, മുടി വെട്ടാതെ വളർത്തുമ്പോൾ അത് മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കും. മുടിയുടെ അറ്റം പൊട്ടിപ്പോകാനും അറ്റം വിണ്ടുപോകാനും ഒക്കെ ഇത് കാരണമാകും. കൃത്യമായ ഇടവേളകളിൽ മുടി വെട്ടുന്നത് ഈ പ്രശ്നങ്ങളും ഒഴിവാക്കാം. മുടികൊഴിച്ചിൽ ഏറ്റവും കൂടുതൽ നമ്മെ അലട്ടുന്നത് ഒരു പക്ഷേ കുളി കഴിഞ്ഞ് തല തോർത്തുമ്പോഴായിരിക്കും. തലയിലെ വെള്ളം പോകാൻ അമർത്തി തുവർത്തുമ്പോൾ മുടി പൊട്ടിപ്പോരുന്നത് സ്വാഭാവികം, പ്രത്യേകിച്ച് ഷാമ്പു ഇട്ട് മുടി വരണ്ടിരിക്കുന്ന അവസരത്തിൽ. ഇതിനു ശേഷം ചീപ്പ് ഉപയോഗിച്ച് തല ചീകുക കൂടി ചെയ്താൽ പൂർത്തിയായി. ഷാമ്പു ഉപയോഗിച്ച ശേഷം കണ്ടീഷണർ കൂടി ഉപയോഗിച്ചാൽ മുടി പൊട്ടുന്ന ഈ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും. കണ്ടീഷണർ ഉപയോഗിക്കുമ്പോൾ മുടി മിനുസമുള്ളതാകുന്നു. ഇതോടെ തുവർത്തുമ്പോൾ മുടി പൊട്ടുന്ന പ്രശ്നം അവസാനിക്കും. മുടി നന്നായി വളരണമെങ്കിൽ മുടിവേരുകൾക്ക് ആരോഗ്യം വേണം. തീർച്ചയായും നമ്മുടെ ഭക്ഷണത്തിലൂടെ ലഭിക്കുന്ന പോഷകങ്ങൾ മുടിവേരുകളെയും ശക്തിപ്പെടുത്തും. പക്ഷേ അവ മാത്രം മതിയാകില്ല മുടിവേരുകൾക്ക്. പഴങ്ങൾ, തേൻ, പാൽ തുടങ്ങിയവ നേരിട്ട് തലയിൽ പുരട്ടുന്നത് മുടിവേരുകളെ ശക്തിയുള്ളതാക്കും. ഉള്ളി, വെളുത്തുള്ളി എന്നിവയുടെ ജ്യൂസ്, ആപ്പിൾ സിഡർ വിനെഗർ, തേങ്ങാപ്പാൽ ഇവയെല്ലാം ഇങ്ങനെ നേരിട്ട് തലയോട്ടിയിൽ പുരട്ടാവുന്നതാണ്. മാറ്റം കണ്ടറിയാം. എണ്ണ തലമുടി വളരാനും തലമുടിയുടെ വരൾച്ച മാറ്റാനും അനിവാര്യമായ ഘടകമാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുക. എണ്ണ കൂടാതെ ചില മാസ്കുകളും തലമുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തേന്, അവക്കാഡോ ജ്യൂസ്, ഉള്ളി ജ്യൂസ്, നാരങ്ങാ നീര്, ഒലീവ് ഓയിൽ തുടങ്ങിയവ ഇങ്ങനെ മാസ്കായി തലമുടിയിൽ ഉപയോഗിക്കാം. ഇവ ഏതെങ്കിലും പുരട്ടി 15 മിനിറ്റെങ്കിലും വിശ്രമിച്ച ശേഷം കഴുകിക്കളയുക. ഇതും ആഴ്ചയിൽ ഒരിക്കൽ ചെയ്തു നോക്കൂ. മുടി കരുത്തോടെ വളരുന്നത് കാണാം. തലമുടി പൊട്ടുന്നത് തടയുന്നതിൽ തലയിണ ഉറകൾക്ക് നിർണായകമായ പങ്കുണ്ടെന്നതാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. കോട്ടൺ തലയിണ ഉറകൾക്ക് പകരം മിനുസമുള്ള സിൽക്ക് തലയിണ ഉറകൾ ഉപയോഗിക്കാനാണ് ഇവർ നിർദ്ദേശിക്കുന്നത്. മുകളിൽ തല തുവർത്തുമ്പോൾ ഉണ്ടാകുന്ന മുടികൊഴിച്ചിലിനെ പറ്റി പറഞ്ഞിരുന്നു. ഇത് മറ്റൊരു രീതിയിൽ ആവർത്തിക്കുക ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോഴായിരിക്കും. തലമുടി ഒരു പരിധി വരെ സ്വാഭാവികമായി തന്നെ ഉണങ്ങാൻ അനുവദിക്കുക. ശേഷിക്കുന്നത് മാത്രം ഹെയർ ഡ്രയർ ഉപയോഗിക്കുക. ഹെയർ ഡ്രയർ ഉപയോഗിക്കുമ്പോൾ ചൂടുകാറ്റ് തലമുടിയിൽ ഏൽപ്പിക്കാതിരിക്കുക. ഹീറ്റില്ലാതെ കാറ്റ് ഉപയോഗിച്ച് മാത്രം തലമുടി ഉണക്കുക. ഓക്സിജൻ ലഭിക്കാതെ വന്നാൽ നമുക്ക് ശ്വാസം മുട്ടുന്നത് പോലെയാണ് കെട്ടി മൂടി വെച്ചാൽ തലമുടിക്ക് സംഭവിക്കുക. വായു കടക്കാത്ത വിധം കെട്ടിവെച്ചാൽ തലമുടി വേഗത്തിൽ കൊഴിയാൻ അത് ഇടയാക്കും. തലമുടിയെ സ്വതന്ത്രമായി വിടുക. ആവശ്യമുള്ളപ്പോൾ മാത്രം കെട്ടിവെക്കുക. കെട്ടിവെക്കുമ്പോൾ തന്നെ അധികം മുറുക്കാതെ അല്പം അയച്ചിടുക. നനവോടെ മുടി കെട്ടിവെക്കുന്നത് പലപ്പോഴും ഫംഗൽ ഇൻഫെക്ഷന് വഴിയൊരുക്കും. തലമുടിക്കുള്ള ഭക്ഷണം തേനും പാലായും മറ്റും തലയുടെ മുകളിൽ പുരട്ടുന്നത് നല്ലതാണ്. ഇതോടൊപ്പം തന്നെ നാം കഴിക്കുന്ന ഭക്ഷണവും തലമുടിയുടെ ആരോഗ്യത്തിന് പ്രധാനമാണ്. ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണമാണ് തലമുടിക്ക് അനിവാര്യമായത്. പാല്, മുട്ട, പനീർ, മത്സ്യങ്ങൾ തുടങ്ങിയവയിലെല്ലാം ബയോട്ടിൻ ധാരാളമായി ഉൾപ്പെട്ടിട്ടുണ്ട്. കോളിഫ്ലവർ, അവക്കാഡോ തുടങ്ങിയവയും തലമുടിക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഭക്ഷണങ്ങളാണ്. ദിവസവും കുളിക്കുക എന്നത് മലയാളിയുടെ ഒഴിവാക്കാനാകാത്ത ശീലമാണ്. എന്നാൽ ഈ ശീലം നിങ്ങൾ ആരോഗ്യമുള്ള മുടി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത്ര ഗുണം ചെയ്യില്ല. എല്ലാ ദിവസവും തലമുടി കഴുകുന്നത് മുടി വരളുന്നതിന് കാരണമാകും. ഇത് മുടി പൊട്ടിപ്പോകുന്നതിനും കൊഴിയുന്നതിനും സഹായിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി 2 ദിവസത്തിൽ ഒരിക്കൽ മുടി കഴുകിയാൽ മതിയാകും. കഴുകുമ്പോൾ മുടി നന്നായി മസാജ് ചെയ്യുന്നത് പിന്നീട് തലമുടി ചീകുമ്പോൾ തടസ്സം ഒഴിവാക്കാനും ഇതുവഴി തലമുടി പൊട്ടുന്നത് തടയാനും സഹായിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നീളമുള്ള ഇടതൂർന്ന മുടി നമുക്കും സ്വന്തമാക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.